എറണാകുളത്ത് നിന്ന് കാണാതായ വയോധികയെ കൊന്നു കുഴിച്ചുമൂടി. ആലപ്പുഴ കലവൂരിലെ വീട്ടുവളപ്പിൽ നിന്നാണ് 73-കാരി സുഭദ്രയുടെ മൃതദേഹം കണ്ടെത്തിയത്. സുഭദ്രയുടെ മകൻ രാധാകൃഷ്ണനാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. മാത്യൂസ് ഷർമിള ദമ്പതികൾ താമസിച്ചിരുന്ന വീട്ടിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇരുവരും സംസ്ഥാനം വിട്ടെന്നാണ് പോലീസിന്റെ നിഗമനം. കണ്ടെത്തിയ മൃതദേഹത്തിൽ സ്വർണ്ണാഭരണങ്ങളില്ല. വീട്ടുടമസ്ഥർക്കൊപ്പം സുഭദ്ര നടന്നുപോകുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ മാസം 7-ാം തീയതിയാണ് അമ്മയെ കാണാനില്ലെന്ന് കാണിച്ച് സുഭദ്രയുടെ മകൻ കടവന്ത്ര പോലീസിൽ പരാതി നൽകുന്നത്. അല്ലമീനുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അല്ലമീൻ, ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ മോഷണത്തെ തുടർന്നുള്ള കൊലപാതകമാണോ? ഈ മാത്യു ഷർമിള ദമ്പതികളെ പറ്റി എന്തെങ്കിലും സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? മരണത്തിന്റെ കാരണവും ഏത് രീതിയിലാണ് സുഭദ്ര കൊല്ലപ്പെട്ടത്, മരിച്ചതെന്നുള്ള വിവരവും ലഭ്യമായിട്ടില്ല. നാളെ സുഭദ്രയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തും. ഇന്നിപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം മാറ്റിയിരിക്കുകയാണ്. ഇൻവെസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. നാളെ പോസ്റ്റ്മോർട്ടത്തിനൊടുവിലായിരിക്കും മരണകാരണം സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു സൂചന, കൃത്യമായ ഒരു വിവരം ലഭിക്കുകയുള്ളൂ. അതിനുശേഷമായിരിക്കും ഇത് കൊലപാതകമാണോ, ഇനി അതല്ല മറ്റേതെങ്കിലും ആസൂത്രിതമായ കൊലപാതകമാണോ, മറ്റേതെങ്കിലും തരത്തിലുള്ള മരണമാണോ എന്നതിലേക്ക് അന്വേഷണ കൃത്യമായി എത്തിച്ചേരാനാവുക. ഏതായാലും ഏറ്റവും ഒടുവിൽ സുഭദ്ര വന്ന് താമസിച്ചിരുന്ന വീട്ടുകാരായിട്ടുള്ള ഷർമിളയും ഒപ്പം മാത്യൂസും രക്ഷപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്, ഒളിവിൽ പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനം. അവർ സംസ്ഥാനം വിട്ടിട്ടുണ്ട് എന്നുള്ളൊരു നിഗമനത്തിലാണ് അന്വേഷണ സംഘം ഇപ്പോഴുള്ളത്. ആ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് മറ്റു ചില സംസ്ഥാനങ്ങളിലേക്ക് കൂടി അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട്. അന്വേഷണം വ്യാപിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരെ കൂടി പിടികൂടിയാൽ മാത്രമാണ് യഥാർത്ഥ കാര്യങ്ങളിലേക്ക്, ചിത്രങ്ങളിലേക്കും പോലീസിന്, അന്വേഷണ സംഘത്തിന് എത്തിപ്പെടാനാവുക. ഓഗസ്റ്റ് 4-ാം തീയതിയാണ് കടവന്ത്രയെ വീട്ടിൽ നിന്ന് സുഭദ്ര ഇറങ്ങിയത്. അതിനുശേഷം അവരെ കാണാനില്ലായിരുന്നു. ഈ പരിസരവാസികൾ പറയുന്നത് ഓഗസ്റ്റ് 6-ാം തീയതി സുഭദ്രയെ ഇവിടെ കണ്ടിരുന്നു എന്നുള്ളതാണ്. അവശയായ നിലയിൽ ഷർമിള താങ്ങിപ്പിടിച്ചു കൊണ്ടുവരികയായിരുന്നു സുഭദ്ര എന്നുള്ളതാണ് പരിസരവാസികൾ അത് കണ്ടവർ പറയുന്നത്. ആ സമയത്ത് സുഭദ്രയ്ക്കൊപ്പം ഷർമിളയും അതുപോലെ തന്നെ മാത്യൂസും അല്ലാതെ മറ്റൊരാൾ കൂടി, അവരുടെ ബന്ധുവായ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നുവെന്നും അയൽവാസികൾ പറയുകയാണ്. 7-ാം തീയതി സുഭദ്രയെ എറണാകുളത്ത് കൊണ്ടാക്കി എന്ന ഷർമിള പറഞ്ഞതായും ഈ അയൽവാസികൾ പറയുന്നുണ്ട്. തന്റെ ആന്റിയാണ് എന്നാണ് പരിസരവാസികളോട് അയൽവാസികൾ